Dear students, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു അക്കൗണ്ടൻസി ഡിസൊല്യൂഷൻ ചാപ്റ്റർ ക്വസ്റ്റ്യൻ, then three partners ratio 2:1, then balance sheet given, then liability side general reserve, then creditors, capitals, asset side cash at bank, stock, furniture and other assets. നമുക്ക് ഇതിൽ that is all decided to solve the business, then the following amounts were realized. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് റിസർവ് ഉണ്ട്. നമുക്കറിയാം ഏത് റിസർവ് കിട്ടിയാലും നമ്മളത് എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് റേഷ്യോ ഡിവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ക്രെഡിറ്റർ ലയബിലിറ്റിയാണ്. പിന്നെ അവരുടെ ഓപ്പണിംഗ് ബാലൻസിൽ ക്യാപിറ്റൽ ബാലൻസിലുണ്ട്. അസറ്റ് സൈഡിൽ ബാങ്ക് ബാലൻസ്, മറ്റ് സ്റ്റോക്ക്, ഫർണിച്ചർ, മറ്റ് അസറ്റുകൾ തന്നിട്ടുണ്ട്. ദെൻ അവരതിൽ ബിസിനസ് അവർ ഡിസോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഡിസൊല്യൂഷൻ ടൈമിൽ ദി ഫോളോയിങ് എമൗണ്ട്സ് റിയലൈസ്ഡ്, ഇത്രയും അസറ്റുകൾ വിറ്റവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 4250, ദെൻ സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ആൻഡ് ഫർണിച്ചർ. നമ്മളുടെ ഈ അസറ്റുകളെല്ലാം തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ സീത അഗ്രീഡ് ടു ബിയർ ഓൾ റിയലൈസേഷൻ എക്സ്പെൻസസ് റിയലൈസേഷൻ പെയ്ഡ് ബൈ ദ ഫേം. അതായത് ഇവിടെ പറയുന്നത് സീത എന്ന് പറഞ്ഞ പാർട്ട്ണറാണ് ഇവിടെ ഈ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കാമെന്ന് എഗ്രി ചെയ്തേക്കണത്. പക്ഷേ ആ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയത് ആരാണ്? ഫേം തന്നെയാണ്. അപ്പോൾ അവിടെ വരുന്ന ചാനൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമൽ കേസിൽ ഒരു സാധാരണ കേസിൽ ഫേമാണ് റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയാം. അങ്ങനെയാണ് സാധാരണ കേസിൽ എൻട്രി വരുന്നത്. അതേസമയം ഇത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫേമിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറാണ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ദെൻ ഇനി അടുത്തൊരു കേസാണ്, നമ്മൾ ഈ റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു പാർട്ട്ണർ കൊടുക്കാമെന്ന് എഗ്രി ചെയ്തിട്ട് പക്ഷേ ആ പേയ്മെൻറ്റ് പിന്നെയും ഫേം തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും ജേണൽ എൻട്രി വരാൻ പോകുന്നത്. അതായത് അത്ര എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്ണർ ക്യാപിറ്റലിൻ്റെ കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ജേണൽ എൻട്രീസ് ഒന്ന് നോക്കാം. അതായത് ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ് ബൈ ദ ഫേം ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയാം. ഫേം ആണെങ്കിൽ ആണ് റിയലൈസേഷൻ അക്കൗണ്ട് ബാങ്ക് എന്ന് പറയാം. ഇനി അത് എന്താ, ഇഫ് ഇറ്റ് ഇസ് പെയ്ഡ് ബൈ എനി പാർട്ട്ണർ ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം, ഫേമിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫേമിന് പകരമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഇതിൽ തന്നെ വരുന്ന വേറൊരു കേസാണ്, ഇഫ് എനി പാർട്ട്ണർ എഗ്രീഡ് ടു പേ ദ റിയലൈസേഷൻ എക്സ്പെൻസ് ആൻഡ് പെയ്ഡ് ബൈ ദ ഫേം, പാർട്ട്ണർ എഗ്രി ചെയ്തിട്ട് കൊടുക്കുന്നത് ആരായിരിക്കും? ഫേം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും ജേണൽ എൻട്രി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസസിൻ്റെ ജേണൽ എൻട്രി വരാൻ പോകുന്നത് സീത എന്ന് പറഞ്ഞ പാർട്ട്ണർ ഇത് ചെയ്യാമെന്ന് എഗ്രി ചെയ്തത് ആ ഫേം എമൗണ്ട് കൊടുത്തത് ഫേമാണ്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി വരാൻ പോകുന്നത് സീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നായിരിക്കും ജേണൽ എൻട്രി. എമൗണ്ട് ₹450. ദെൻ അടുത്തത് ഫോർ ദ സർവീസസ് സീത ഈസ് പെയ്ഡ് ₹60. റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഡിസൊല്യൂഷൻ വർക്കുകൾ ചെയ്ത് തന്നെ അല്ലെങ്കിൽ വർക്കുകൾ അറ്റൻഡ് ചെയ്ത് തന്നെ നമ്മളുടെ സീത റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ കിട്ടുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു സീതാസ് ക്യാപിറ്റൽ എന്ന് വരും. ദെൻ പിന്നെ ക്രെഡിറ്റേഴ്സ് എങ്ങനെ 2% ലെസ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു അൺറെക്കോർഡ് അസറ്റ് അവിടെ റിയലൈസ് വിച്ച് വാസ് ടേക്കൺ ബൈ റീത്ത, ഒരു അസറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷൻ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു, ബാങ്ക് മാറ്റിയിട്ട് ബാക്കി അസറ്റുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബുക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാം. ക്രെഡിറ്റ് സൈഡിലേക്ക് ക്രെഡിറ്റേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്തു. റിസർവ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അസറ്റ് ട്രാൻസ്ഫർ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ലയബിലിറ്റി ട്രാൻസ്ഫർ, ദെൻ തേർഡ് സ്റ്റെപ്പ് അസറ്റ് റിയലൈസ്ഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ് ചെയ്തു, ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്തു, സ്റ്റോക്ക്, ഫർണിച്ചർ. നമ്മളവിടെ എമൗണ്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അസറ്റ് റിയലൈസ്ഡ് 10,000 റെക്കോർഡ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് അസറ്റ് റെക്കോർഡ്, അസറ്റ് ട്രാൻസ്ഫർ, ദെൻ ലയബിലിറ്റി ട്രാൻസ്ഫർ, ദെൻ അസറ്റ് റിയലൈസ്ഡ്, ദെൻ ലയബിലിറ്റീസ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് 2,000 രൂപയുണ്ട്. അതിൻ്റെ എമൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് 160 കൊടുക്കുക. ഇനി ഇവിടെ വന്നിരിക്കുന്നത് ഈ 60 എന്ന് പറഞ്ഞാൽ നമ്മൾ സീത എന്ന് പറഞ്ഞ പാർട്ട്ണർ നമ്മുടെ ഡിസൊല്യൂഷൻ വർക്ക് അല്ലെങ്കിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് റെമ്യൂണറേഷനാണ്. അപ്പോൾ ജേണൽ എൻട്രി വരുമ്പോൾ ഇതിനും പാർട്ട്ണർ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്ററ്റ് ടു സീതാസ് ക്യാപിറ്റൽ ₹60 റെമ്യൂണറേഷൻ. ദെൻ ഇനി അടുത്തത് നമ്മുടെ അസറ്റുകൾ, ഏതെങ്കിലും അസറ്റുകൾ പാർട്ട്നേഴ്സ് കൊണ്ടുപോകുന്നുള്ള ജേണൽ എൻട്രി റീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ
ബൈ റീത്താസ് ക്യാപിറ്റൽ നോട്ട് ചെയ്യണം. അത് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, നമുക്ക് റിസൾട്ട് കിട്ടി, പ്രോഫിറ്റാണ്. നമ്മളത് 3 പാർട്ട്നേഴ്സിനും 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് നോട്ട് ചെയ്തു, റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, റിലേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസ്, അതായത് ₹60 എന്ന് പറഞ്ഞ റിയലൈസേഷൻ എക്സ്പെൻസ് അല്ല, ആൾക്ക് കിട്ടിയ റെമ്യൂണറേഷനാണ്. റെമ്യൂണറേഷൻ കിട്ടുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം, ബൈ റിയലൈസേഷൻ പറഞ്ഞിട്ട് ₹60 പോസ്റ്റ് ചെയ്യുക. അതായത് സീതയ്ക്ക് കിട്ടിയ റെമ്യൂണറേഷനാണ് ₹60. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്റഡ് ടു സീതാസ് ക്യാപിറ്റൽ. സോ സീതാസ് ക്യാപിറ്റലിൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ₹60 നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫേമിൻ്റെ ആക്ച്വൽ റിയലൈസേഷൻ എക്സ്പെൻസ്, അത് സീത എന്നാണ് പാർട്ട്ണർ എഗ്രി ചെയ്തു, പക്ഷേ കൊടുത്തത് ഫേമാണ്. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി സീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയും. ഏതെങ്കിലും പാർട്ട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ട് അത് ഫേം കൊടുക്കാനുള്ള എൻട്രിയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ദെൻ നെക്സ്റ്റ് റീത്ത് കൊണ്ടുപോയി അസറ്റിൻ്റെ ജേണൽ എൻട്രി, അണ്ടർ റെക്കോർഡ് അസറ്റ് കൊണ്ടുപോകുമ്പോൾ ജേണൽ എൻട്രി റീത്താസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ദ റിയലൈസേഷൻ അക്കൗണ്ട്, റീത്താസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത് ബാങ്കിലേക്ക് കൊടുത്തിട്ട് അത് അവർക്ക്. സോ ജേണൽ എൻട്രി സീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്, റീത്താസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് ആൻഡ് മീറ്റാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക്. നെക്സ്റ്റ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ₹2500 ഉണ്ട്. ദെൻ റിസീപ്റ്റ് സൈഡിൽ അസറ്റ് റിയലൈസ്ഡ്, നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിയലൈസ് ചെയ്യേണ്ട ആകെ ഒരു ഐറ്റം വരാറുള്ളൂ സാധാരണ കേസിൽ, നമ്മുടെ അസറ്റ് റിയലൈസ്ഡും പിന്നെ എൻ്റെ ഓപ്പണിംഗ് ബാലൻസും. റിസീപ്റ്റ് സൈഡിൽ അത്രയും സാധാരണ വരാറുള്ളൂ. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ വരുമ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തു, അവിടെ ജേണൽ എൻട്രി വന്നിട്ടുണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റർ എന്നാണ്. സോ ക്രെഡിറ്ററിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ 1960 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട്. ദെൻ സീതാസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സീതയ്ക്ക് നമ്മൾ റെമ്യൂണറേഷൻ റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്തപ്പോൾ അവിടെ ജേണൽ എൻട്രി വന്നിട്ടുണ്ട് സീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. അപ്പോൾ നമ്മളുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബൈ സീതാസ് ക്യാപിറ്റൽ എന്ന് പോസ്റ്റ് ചെയ്യണം. അതായത് ഏതെങ്കിലും പാർട്ട്ണർ നമ്മുടെ ഡിസൊല്യൂഷൻ എക്സ്പെൻസ് ചെയ്യാമെന്ന് ഏറ്റിട്ടും ആ പൈസ നമ്മുടെ സ്ഥാപനം കൊടുക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിൽ ബൈ സീതാസ് ക്യാപിറ്റൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നോട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് 3 പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ലാസ്റ്റ് ഫൈനൽ സെറ്റിൽമെൻറ്റ് നമ്മൾ ചെയ്ത് അക്കൗണ്ട് അവിടെ ടാലിയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആ റിയലൈസേഷൻ എക്സ്പെൻസിൻ്റെ ഏരിയ ഇവിടെ ശ്രദ്ധിക്കുക. ബാക്കി എമൗണ്ടുകൾ ഇവിടെ റിസിപ്റ്റ് സൈഡ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, ദെൻ അസറ്റ് റിയലൈസ്ഡ്, ദെൻ ലയബിലിറ്റി പേ ഓഫ്, ദെൻ remuneration realization expenses that is agreed by the partner but it is paid by the firm, and the last final settlement to the partners. So that total amount 12,850.